നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ട്രയാങ്കിൾ ത്രികോണത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തു അല്ലേ? ഇന്ന് മറ്റൊരു പ്രോബ്ലമാണ്. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എന്ത്? അപ്പൊ മട്ടത്രികോണം എന്താണെന്ന് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന്, അതായത് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? മട്ടത്രികോണത്തിന്റെ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? 90 ഡിഗ്രി. അതിന്റെ വശങ്ങൾ 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ. ഇത് 6 സെന്റിമീറ്റർ, പാദം 6 സെന്റിമീറ്റർ. ഇതോ 8 സെന്റിമീറ്റർ അല്ലെ? ഇത് 6 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ. അപ്പോൾ അതിന്റെ കർണത്തിന്റെ നീളം, കർണം എന്ന് പറഞ്ഞാൽ ഇതല്ലേ? കർണം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മട്ടത്രികോണത്തിന്റെ കർണം, പാദം, ഇത് പാദം എന്ന് പറയുന്നത്, ഇത് ലംബമാണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ കർണമാണ്. അത് കണ്ടുപിടിക്കുന്ന പൈതഗോറസ് സിദ്ധാന്തം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. പാദം സ്ക്വയർ, പാദം എന്ന് പറഞ്ഞാൽ ഇത് പാദം, ഇത് ലംബം അല്ലെ? ലംബം പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അപ്പൊ നമുക്ക് എഴുതാം, കർണം സമം, കർണമല്ലേ കണ്ടുപിടിക്കണ്ടേ? റൂട്ട് ഓഫ് പാദം എത്രയാണ്? 6 സ്ക്വയർ പ്ലസ് ലംബം എത്രയാണ്? 8 സ്ക്വയർ. എത്ര വരും നേരം? 6 സ്ക്വയർ എന്ന് വെച്ചാൽ 6 × 6 30, റൂട്ടിനകത്ത് എഴുതണം 36 പ്ലസ് 8 സ്ക്വയറോ 64. ഇനി അത് രണ്ടും കൂടെ കൂട്ടണം. 64 36 കൂടെ 100 അല്ലെ? റൂട്ട് 100. റൂട്ട് 100ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 10 അല്ലേ? അപ്പോൾ 10 സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടി അല്ലേ? അപ്പം എന്താണ്? പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം കാണണമെങ്കിൽ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ എന്ന് മതി. പാദം 6 സെന്റിമീറ്റർ, ലംബം 8 സെന്റിമീറ്റർ. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ 36 പ്ലസ് 64 റൂട്ട് 100. അപ്പോൾ എത്രയാണ് എൻ്റെ വർഗ്ഗമൂലം? ഈസിയിൽ 10 സെന്റിമീറ്റർ. അപ്പോൾ കർണം എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടി? 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ കർണത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ പാദ സ്ക്വയർ, ലംബ സ്ക്വയർ എന്നുള്ള പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.